എന്റെയും നിങ്ങളെയും ജോലിയോ, എന്റെയും നിങ്ങളെയും സ്ഥാനമാനങ്ങളോ, എന്റെയും നിങ്ങൾക്കുള്ള മറ്റു കാര്യങ്ങളോ പദവികളോ ഒന്നും അല്ലാഹുവിന്റെ ദീനിന്റെ മുമ്പിൽ വിഷയമാകാൻ പാടില്ല. അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ച് ദീനിനെ വഴിപ്പെട്ടുകൊണ്ട് ദീനിക്ക് മുമ്പിലുമാവാതെ വേദനയാവാതെ ദീനിക്ക് എന്തെങ്കിലും ഒരു അപാകതകൾ വരാതെ എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ കഴിയണം. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ആലിമീങ്ങളെ, അതാണ് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു കൊടുത്തത്. അല്ലാഹുവിനെ പേടിക്കുന്നവർ, ആ റബ്ബിനെ പേടിക്കുന്നവർക്ക് മാത്രമേ ദാലിക ലിമൻ ഖശിയ റബ്ബാ, സ്വർഗ്ഗത്തെ പരിചയപ്പെടുത്തിയിട്ട് അല്ലാഹു പറഞ്ഞു, ആ റബ്ബിന്റെ സ്വർഗ്ഗമുള്ളത് റബ്ബിനെ പേടിച്ചവർക്ക് മാത്രം. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിൽ ഉലമാ, അല്ലാഹുവിനെ പേടിച്ചവർക്ക് മാത്രമേ അല്ലാഹുവിനെ അറിയുകയുള്ളൂ. മഹാനായ മർഹൂം താജുൽ ഫഖാഹ് ബേക്കൽ ഉസ്താദ് ആ അല്ലാഹുവിനെ പേടിച്ച പണ്ഡിതന്മാരിൽ ഒരു വലിയ നേതൃത്വം എന്ന് നമുക്ക് അനുഭവത്തിൽ മനസ്സിലായതാണ്. ഒരിക്കൽ മഞ്ഞനാടി എന്നെ മുസ്താദിന്റെ അടുത്ത് ഇടക്കിടക്ക് പോകുമ്പോൾ, എന്നിട്ട് എന്നെ മുസ്താദിന്റെ അടുത്ത് കിതാബുകൾ വെച്ച് ഇങ്ങനെ ചർച്ച ചെയ്തു. ബഹുമാനപ്പെട്ട എന്നെ മുസ്താദ് പറഞ്ഞു, സുബഹി ബാങ്ക് കൊടുത്തു, ഞങ്ങൾ രണ്ടാളും കിതാബ് വെച്ചിട്ട് ചർച്ച ചെയ്യുകയാണ്. രാത്രി ഇശാന് ശേഷം വന്നതാണ്. എന്നിട്ട് നേരം സുബഹി ബാങ്ക് കൊടുക്കുമ്പോ എന്നോട് ബേക്കൽ ഉസ്താദ് ചോദിച്ചു, മഞ്ഞനാടിയിലും തഹജ്ജുദിന്റെ ബാങ്കുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അല്ല, തഹജ്ജുദിന്റെ ബാങ്കല്ല, സുബഹിന്റെ ബാങ്കാണെന്ന് പറഞ്ഞു. എന്നിട്ട് സുബഹി കൊടുത്ത് നിസ്കരിക്കാൻ എത്ര സമയമുണ്ട്? 20 മിനിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ 15 മിനിറ്റ് ഉണ്ട്. അതിലൊരു 10 മിനിറ്റും കൂടി നോക്കിയിട്ട് നമുക്ക് നിർത്താം. അല്ലാഹു തആല അവരെ ബർക്കത്ത് കൊണ്ട്, അവരെ ഇൽമിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്കും നമ്മളെ മുതഅല്ലിമീങ്ങൾക്കും അല്ലാഹു ഇൽമു തരട്ടെ. ഇതായിരുന്നു ബേക്കൽ ഉസ്താദ്, ഇതാണ് എന്നെ മുസാദ്, ഇതാണ് നമ്മുടെ മശായിഖന്മാരായ ഉസ്താദുമാർ. അവർക്ക് അല്ലാഹുവിന്റെ ദീൻ പഠിച്ചു തീർന്നിട്ടില്ല. ഒരിക്കൽ എന്നോട് വിളിച്ച് ചോദിക്കുന്നു, പരക്കുന്നു വിളിക്കുന്നു, കേസിലൂടെ വേണ്ട സൈദിയിലുണ്ടാ? ഉണ്ട്. ശനിയാഴ്ചയാണ്, ഞായറാഴ്ച മൂപ്പര് ക്ലാസ്സിന് അവിടെ വരാം. അപ്പോ കോഴിക്കോടുന്ന് അല്ല, ഒരു പോസ്റ്റ്മാൻ കിതാബ്, ഒരു കിതാബിന്റെ വലിയ കെട്ടുമായിട്ട് കോഴിക്കോടുന്നു മംഗലാപുരം കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തും. 25,000 റുപ്യന്റെ പൈസകൾ അവിടെ നിന്ന് കൊടുക്കണം. എന്നിട്ട് ആരും കുട്ടികളെ അയച്ചിട്ട് ആ കിതാബ് കൊണ്ടുവെക്കും. ഇത് മരിക്കുന്നതിന്റെ 1 മാസം ഏകദേശം മുമ്പ് എന്ന് തോന്നുന്നു. ഇങ്ങനെ ആയിരക്കണക്കിനുള്ള കിതാബുകൾ വഫാത്തിന്റെ തൊട്ട് മുമ്പ് വരെ ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ വിളിപ്പിച്ചു. ബഹുമാനപ്പെട്ടവരെ വീട്ടിൽ അന്ന് ജനാസന്റെ സമയത്ത് നമ്മൾ പോയപ്പോ ഉസ്താദിന്റെ മരണത്തിനേക്കാൾ ആ കിതാബ് കണ്ടപ്പോൾ നമ്മൾ ബേജാറായി കരഞ്ഞു പോയിട്ടുണ്ട്.